ചേട്ടാ എവിടെ നിന്നേ? എന്റെ കാര്യം നീ ഇത്ര ഇമോഷനായിട്ടിരിക്കണേ? എന്ത് നിന്റെ പ്രശ്നമാണ്? ചേട്ടാ എന്നോട് 2 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞിട്ടോ. 2 ലക്ഷം രൂപ? നിനക്കിപ്പോ 2 ലക്ഷം രൂപയുടെ ആവശ്യം? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്റെ ഫ്രണ്ടിന്റെ അപ്പച്ചന്റെ സർജറിക്ക് ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. എന്തുകൊണ്ട് 2 ലക്ഷം തരാൻ പറഞ്ഞതല്ലേ? 2 ലക്ഷം നിനക്ക് കൊടുക്കാറുന്നില്ലേ? എന്നോട് ചോദിക്കേണ്ട ആവശ്യം നിന്നാ? എന്തേലും അവിടുന്ന് പൈസ വന്ന കാലം മുഴുവൻ എന്റെ അക്കൗണ്ട് മൊത്തം കൈകാര്യം ചെയ്യുന്ന നിങ്ങളല്ലേ? അതോ വന്ന സാലറി അന്ന് തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യും. ഒരു 10 പൈസ പോലെ എന്റെ അക്കൗണ്ടിലല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാ കൊടുക്കണേ? അതെ, ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ നീ എടുത്ത് കൊടുക്കുക നിന്റെ ഫ്രണ്ടിന്. എത്രയാന്ന് വെച്ചാൽ 2 ലക്ഷം 3 ലക്ഷം എടുത്ത് കൊടുക്കാൻ പാടില്ലേ? ഇനി നിങ്ങളുടെ പൈസ ഒന്നും അവർക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്ത്, എനിക്ക് എത്ര നിർബന്ധമൊന്നുമില്ല അവർക്ക് ഇനി പൈസ കൊടുക്കണമെന്ന്. പിന്നെ എന്നാലും നിങ്ങൾ ഇങ്ങനെ ആയിപ്പോലെ ചേട്ടായി. ആ അപ്പച്ചനാണെങ്കിൽ ഇന്ന് രാവിലെ മരിച്ചു. ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. അവർ വേറെ എങ്ങൊന്നും അറേഞ്ച് ചെയ്യാനും ശ്രമിച്ചില്ല. ഇത് രാവിലെ അവളെ വിളിച്ച് എന്തോരം കരഞ്ഞു എന്നറിയാമോ? ഞാൻ കാരണം, ആ പൈസ കൊടുക്കാത്ത കാരണം. ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്, അല്ലാണ്ട് മനഃപൂർവ്വമൊന്നുമല്ല. ഇനിയെങ്കിലും ചേട്ടായി കുറച്ച് പൈസ, കുറച്ച് ഒരു മിനിമം ബാലൻസ് ഇങ്ങനെ എന്റെ അക്കൗണ്ടിലിട്. അപ്പൊ ചേട്ടായി മറന്നുപോയാലും അല്ലെങ്കിൽ ബിസി ആണെങ്കിൽ എനിക്കതെടുത്ത് കൊടുക്കാലോ ആവശ്യമുള്ളവർക്ക്. ഇല്ലടി, ഇനി നിന്റെ ATM കാർഡും നിന്റെ സാലറി ഒക്കെ നീ തന്നെ നോക്കുക. കാരണം നാളെ ഈ ഒരു അവസ്ഥ എനിക്കോ എൻ്റെ അപ്പച്ചനോ വന്നാൽ ഇത് തന്നെ സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ തന്നേക്കാം. എൻ്റെ സാലറി ഞാൻ നോക്കിക്കോളാം. നീ നിനക്ക് കിട്ടുന്നത് നിന്റെ അക്കൗണ്ടിൽ തന്നെ വെച്ചോ. ഇനി അതിന് ഞാൻ പണിയാൻ വരുന്നില്ല. ഇപ്പം ഇത്തവണ എന്നെ ക്ഷമിക്കുന്നേ. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം സ്ത്രീകളും ഇപ്പൊ ജോലിക്ക് പോകുന്നവരായിരിക്കും. എന്നിരുന്നാൽ കൂടി സാമ്പത്തികമായ കാര്യങ്ങളിൽ അവരുടെ പിടിപാട് വളരെ കുറവായിരിക്കും. ഭൂരിഭാഗവും അവരുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹസ്ബൻഡുമാരായിരിക്കും. അപ്പൊ പലപ്പോഴും അവരുടെ തിരക്കുകളിൽ അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട് പല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരാറുണ്ട്. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ പണിയെടുക്കുന്ന കാശ് അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് ജോലി ചെയ്യുന്ന കാശ് അത് സ്ത്രീകള് അവർ തന്നെ അവരുടെ പൈസ കൈകാര്യം ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കാം.